നമസ്കാരം. ഇന്നത്തെ ഒരു ചോദ്യമുണ്ട്. ആത്മാവുണ്ടോ? അതായത് മരണശേഷം നമ്മുടെ സോൾ, ആത്മാവ് അതുണ്ടോ? എൻ്റെ ഇത്രയും കാലത്തെ അന്വേഷണത്തിൽ, ചിന്തയിൽ ഞാൻ കണ്ടെത്തിയത് മരിച്ച ശേഷം ഒരു കുന്തവുമില്ല, ഒന്നുമില്ല. ശരീരം കൂടെ കത്തി നശിക്കുകയോ ചീഞ്ഞു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംഗതിയുമില്ല. സൂക്ഷ്മ ശരീരവുമില്ല, സ്ഥൂല ശരീരവുമില്ല. ഹിന്ദുക്കൾ പറയും സൂക്ഷ്മ ശരീരമെന്നും സ്ഥൂല ശരീരമെന്നും. സ്ഥൂല ശരീരം എന്നാൽ നമ്മുടെ ശരീരം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ശരീരം. സൂക്ഷ്മ ശരീരം എന്നാൽ നമ്മുടെ ആത്മാവ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ശരീരത്തെ നമുക്ക് കാണാം, ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ചിലർ പറയും അത് അനുഭവിച്ചറിയാൻ പറ്റും, സ്വപ്നങ്ങളിൽ കാണാം. പിതൃക്കളെ കണ്ടിട്ടുണ്ട്, മരിച്ചുപോയവരെ കണ്ടിട്ടുണ്ട്, പ്രേതങ്ങളെ അനുഭവിച്ചിട്ടുണ്ട്, പ്രേതശല്യം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. ഒരു സംഗതിയുമില്ല. ഇത് മതങ്ങളുടെ നിലനിൽപ്പിന് ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംഗതിയാണ് ആത്മാവ്. ആത്മാവെന്നുള്ള വിശ്വാസമില്ലെങ്കിൽ, പുനർജന്മം എന്നുള്ള വിശ്വാസമില്ലെങ്കിൽ, സ്വർഗവും നരകവും എന്നുള്ള വിശ്വാസമില്ലെങ്കിൽ, പൂർവജന്മ സുഹൃതം എന്നുള്ള വിശ്വാസമില്ലെങ്കിൽ, അവനവൻ്റെ പാപഫലങ്ങൾ അടുത്ത ജന്മത്തിൽ അനുഭവിക്കും എന്നുള്ള വിശ്വാസമില്ലെങ്കിൽ മതങ്ങളില്ല. ഈ ജന്മത്തിലുള്ളത് ഈ ജന്മത്തിൽ തന്നെ അവസാനിക്കും, ഈ ജന്മത്തിന് ശേഷം വേറെ ജന്മമില്ല എന്ന് മനുഷ്യൻ ഉറച്ചു വിശ്വസിച്ചാൽ മതങ്ങൾ അവിടെ അവസാനിക്കും, ദൈവങ്ങളും അവസാനിക്കും. അതാണ് സത്യം. അന്നേരം ആത്മാക്കളെ പരിപാലിച്ച് കൊണ്ടുപോകേണ്ട ചുമതല ആർക്കാണ്? മതങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ആത്മാക്കൾ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ മതവാദികൾ വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് ശ്രമിക്കുന്നത്. ഇത് മതവാദികളുടെ ആവശ്യമാണ്, സാധാരണ മനുഷ്യരുടെ ആവശ്യമല്ല. യഥാർത്ഥത്തിൽ ആത്മാവില്ല, ഒന്നുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശൂന്യം. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആത്മാവുണ്ടെന്നും പുനർജന്മം ഉണ്ടെന്നും ഒക്കെയുള്ള ഒരു വിശ്വാസം നമുക്കൊരാശ്വാസം പകരുന്നതാണ്. ഒരാശ്വാസമുണ്ട്. അടുത്ത ജന്മമുണ്ടല്ലോ, അടുത്ത ജന്മത്തിൽ എനിക്ക് ഇച്ചിലൂടെ സൂഹിക്കാമല്ലോ, അല്ല ഈ ജന്മത്തിലെ ദുഃഖം അടുത്ത ജന്മത്തിൽ ഉണ്ടാകത്തില്ലല്ലോ, അടുത്ത ജന്മത്തിൽ എനിക്ക് നല്ല ഐശ്വര്യമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെയുള്ളത്. കൂടുതൽ നമുക്ക് സുഖിക്കാനും കൂടുതൽ നമുക്ക് സന്തോഷിക്കാനുമുള്ള അവസരം അടുത്ത ജന്മത്തിൽ ലഭിക്കും എന്നുള്ള ചിന്ത ഒരു പോസിറ്റീവ് ചിന്തയാണ്. അങ്ങനെ വിശ്വസിക്കുന്നതിൽ വിശ്വസിച്ചുകൊള്ളാം. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മാവ് എന്നൊരു സംഗതിയില്ല. ഞാൻ ഈ ആത്മാക്കളെ തിരക്കിയും പ്രേതത്തെ തിരക്കി ഒത്തിരി അലഞ്ഞിട്ടുള്ള ആളാണ്. എൻ്റെ 18-19 വയസ്സിൽ, വളരെ ചെറുപ്പത്തിൽ ഞാൻ ഈ പ്രേതങ്ങളെ കാണുന്നതിന് വേണ്ടി പോയി. ഇവിടെ പ്രേതങ്ങളെ കിട്ടത്തില്ലല്ലോ. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ സെമിത്തേരിയിൽ പോയി ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് രാത്രി 11 മണി കഴിഞ്ഞ് 12 മണിക്കാണ് പോയത്. 12 മണിക്കാണല്ലോ ഈ ആത്മാക്കൾ ഇറങ്ങുന്നത്. കല്ലറയിൽ കിടന്നു. ഇപ്പോഴൊക്കെ പോയാൽ ഈ മതവാദികൾ നമ്മളെ ഓടിക്കും, അല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അന്നൊന്നും ആ പ്രശ്നമില്ല. ഞങ്ങൾ കല്ലറയിൽ കയറി കിടന്നു. രാത്രി 3 മണി വരെ കിടന്നു. ഒറ്റ ആത്മാക്കളെ കണ്ടില്ല, ഒറ്റ പ്രേതത്തെയും കണ്ടില്ല. അതിനുശേഷം ഞങ്ങൾ അടുത്ത് ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചു. ഒരു പറങ്കാവയിലാണ് തൂങ്ങി മരിച്ചത്. ഞങ്ങൾ രാത്രി പോയി ആ പറങ്കാവയിൽ കയറിയിരുന്നു. നേരം വെളുക്കുമ്പോൾ വരികയായിരുന്നു. ഒരു 3 മണിയൊക്കെ ആയപ്പോഴും ആത്മാവിനെ കണ്ടില്ല, പ്രേതത്തെ കണ്ടില്ല, പ്രേത ശല്യം ഉണ്ടായില്ല. ഞങ്ങൾ എന്നിട്ട് ഒരു കാര്യം ചെയ്തു. അവിടെ ഇരുന്ന് കൂയി കൂയി. അപ്പോൾ അന്നേ ഇലക്ട്രിസിറ്റി ഒന്നും അധികം ഇല്ലാത്ത കാലമാണ്. അയൽവക്കക്കാരൊക്കെ ജോസിൻ്റെ ആത്മാവ് കൂവി. വലിയ പ്രശ്നമായി ഇവിടെ. ഞങ്ങളാ കൂവിയത്, ഞങ്ങൾ മിണ്ടിയില്ല. പലരും രാത്രിയിൽ മൂത്രമൊഴിക്കാൻ വെളിയിൽ ഇറങ്ങാതെ വന്നു. അന്ന് ഈ അകത്ത് ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ പലരും കുപ്പിക്കകത്ത മൂത്രമൊഴിച്ച ആണുങ്ങൾ. പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ആത്മാക്കളെ തേടി ഒത്തിരി അലഞ്ഞിട്ടുണ്ട്. ഞാൻ ആത്മാക്കളെ കണ്ടില്ല, പ്രേതത്തെ കണ്ടില്ല, ഭൂതത്തെ കണ്ടിട്ടില്ല, പിശാചിനെ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമ്മുടെ എല്ലാ മതങ്ങളും ഐകകണ്ഠേന സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആത്മാക്കൾ ഉണ്ടെന്നാണ്. എല്ലാ മതങ്ങളും, ഒരു മതവുമില്ല ആത്മാക്കളില്ല എന്ന് വിശ്വസിക്കുന്നത്. അത് എല്ലാ മതങ്ങളും ആത്മാക്കൾ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഇക്കാലത്തും. ഇന്നലെ ഒരു പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. പാസ്റ്റർ പറയുന്നത് ആത്മാവുണ്ട്. ഞാൻ എന്ന് പറയുന്നത് ഏതാ? പുള്ളി പറയുക, ഇത് ഹിന്ദുയിസ്റ്റിൽ ചിലയിടത്തൊക്കെ ഞാൻ കേട്ടുള്ള, അത് എൻ്റെ കൈയാന്നോ കാലാന്നോ കണ്ണാന്നോ എന്നൊക്കെ പറഞ്ഞു പുള്ളി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഒത്തിരിയും ഹിന്ദുമത പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ സാധനമൊക്കെ ഞാൻ പണ്ട് കേട്ടുള്ള, പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. പുള്ളി പാസ്റ്റർ കുറേ നേരമൊക്കെ സംസാരിച്ചു.
അപ്പോൾ എല്ലാ മതങ്ങളും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആത്മാക്കൾ ഉണ്ടെന്നാണ്, പുനർജന്മം ഉണ്ടെന്നാണ്, മുജ്ജന്മം ഉണ്ടെന്നാണ്. അതിൻ്റെ കാര്യം എന്താ? മതങ്ങൾക്കുള്ള നിലനിൽപ്പ് മാത്രമാണ്. മരണാനന്തര ക്രിയകൾ ചെയ്യുന്നത് എന്തിനാണ്? ആത്മാക്കളെ പരിപോഷിപ്പിക്കാൻ. മരണാനന്തര ക്രിയകൾ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിയയും ചെയ്യരുതെന്ന് എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ശവശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ചത്തു കഴിഞ്ഞ് കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും ഞാൻ എഴുതി വെക്കും. കാരണം എനിക്കറിയാം എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല, പിന്നെ അത് ചീഞ്ഞു പോകും. ക്രിസ്ത്യാനികൾ ശവക്കല്ലറ കെട്ടി ശവം സംസ്കരിക്കുന്നത് ഒരു ഉദ്ദേശമുണ്ട്. അന്തിക്രിസ്തു വരുമ്പോൾ എല്ലാവർക്കും പുനർജന്മം ഉണ്ടാവും. ദൈവമേ, എന്തൊരു ഭയങ്കരമായി പോകും. 2000 വർഷങ്ങളായിട്ട് മരിച്ചുപോയ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒറ്റ ദിവസം ഉയർത്തെഴുന്നേറ്റ് വരിക. ഭൂമിയിൽ എന്തായിരിക്കും പ്രശ്നം? ഹിന്ദുക്കൾ ഉയർത്തെഴുന്നേക്കത്തില്ല, ക്രിസ്ത്യാനികൾ മാത്രമേ ഉയർത്തെഴുന്നേക്കൂ. അന്നേരം ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ ഈ ഭൂമിയിൽ എന്തായിരിക്കും സ്ഥിതി? ഇങ്ങനെയൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന മനുഷ്യർ ഉണ്ടല്ലോ എന്നുള്ളത് ദുഃഖകരമാണ്. ആത്മാക്കളെ തേടിയും പ്രേതത്തെ ഭയന്നും കൂടോത്രം ഭയന്നും കൈവശം ഭയന്നും ദുർമന്ത്രവാദത്തിനും ഒക്കെ പോകുന്ന മനുഷ്യർ ഇക്കാലത്തും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം വരുന്നത്. നമ്മൾ നിരീശ്വരവാദിയും ഈശ്വരവാദിയോ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഈശ്വരവാദി ആവുന്നെങ്കിൽ തരക്കേടില്ല. അത് സ്വകാര്യമായ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഈ ആത്മാക്കളും ഭൂതപ്രേത പിശാചുക്കളും ഒക്കെ നമ്മുടെ ചുറ്റിനുമുണ്ടെന്നും അതൊക്കെ വലിയ പ്രശ്നമാണെന്നും മുജ്ജന്മം ഉണ്ടെന്നും ഇനിയും പുനർജന്മം ഉണ്ടെന്നും ഒക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ജന്മത്തിൽ തന്നെ എല്ലാം ഉണ്ട്, ഈ ജന്മത്തിലുള്ളത് എല്ലാം കാണണം, ഈ ജന്മത്തിലുള്ളത് എല്ലാം അനുഭവിക്കണം, അത് അനുഭവിച്ച് പോകാനുള്ള മനസ്സ് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സ്വർഗം കിട്ടും. നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ ഈ ജീവിതത്തിൽ തന്നെയാണ്. ഈ ജീവിതത്തിൽ ഇല്ലാത്ത സ്വർഗവും നരകവും ഒന്നും ചത്തുപോയിട്ട് കിട്ടത്തില്ല. ചത്തുപോയി ചെല്ലുമ്പോൾ കിട്ടുന്ന ഹൂറികളൊന്നും ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെയുള്ള ഹൂറികളെ ആദ്യം അനുഭവിക്കുക. ഇവിടെ ഹൂറികൾ ധാരാളമുണ്ട്. ആ ഹൂറികളെ ആദ്യം അനുഭവിക്കുക. ചത്തുപോയി സ്വർഗത്ത് പോയി തേൻപുഴയിൽ കുളിക്കാനും കുടിക്കാനും മദ്യപ്പുഴയിൽ കുടിക്കാനും കുളിക്കാനും ഒക്കെ പോകുന്നതിൽ ഒരർത്ഥവുമില്ല. അന്നേരം ആത്മാക്കളെ തേടി ആരും അലയണ്ട. നന്ദി, നമസ്കാരം.